ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. തങ്ങൾ ശക്തിയേറിയ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന പലരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പം ധാർഷ്ട്യ മനോഭാവം അതിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവരുടെ സഭയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നത്. ആരുടെയെങ്കിലും സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അപ്രകാരം സൗഖ്യം നൽകുന്നതിനു വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുവാൻ തുടങ്ങുന്നു. ഇതിന് വളരെ വിശ്വാസം ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാതിരിക്കാൻ ദൈവത്തിന് ഒരിക്കലും സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി കുറച്ച് പ്രവർത്തകർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം സൗഖ്യം നൽകിയതിനായി അവർ സ്തോത്രം ചെയ്യുവാൻ വേണ്ടി തുടങ്ങി. അവൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ അവളോട് പറയുകയും ആസന്നമായിരിക്കുന്ന രോഗശാന്തിയെപ്പറ്റി വളരെ ലാഘവത്തോടെ രോഗിയോട് സംസാരിക്കുകയും ചെയ്യുന്നു. തങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള അനുമാനം വിശ്വാസത്തിൻ്റെതല്ല, ആത്മീക ധാർഷ്ട്യത്തിന്റെ മനോഭാവമാണ്. സൗഖ്യം തരുന്നത് എപ്പോഴും ദൈവഹിതം ആയിരിക്കണമെന്നുമില്ല. തന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കില്ല. വിശ്വാസദാർഢ്യം കാണിക്കുന്ന മനോഭാവം ദൈവത്തെ വരച്ച വരയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമല്ലേ? യഥാർത്ഥ പ്രാർത്ഥനയിൽ സ്വയപരിശോധനയും അവരവരുടെ കുറവുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവഹിതം മനസ്സിലാക്കുവാനുള്ള ആഗ്രഹവും അല്ലേ അടങ്ങിയിരിക്കുന്നത്? വളരെ വിഷമകരമായ ഒരു അനുഭവം ഒഴിവാക്കുന്നതിന് പകരം അതിൽ കൂടി കടന്നു പോകുവാനുള്ള കൃപ തരുവാനായിരിക്കും ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തെ സമീപിക്കുന്നത് നമുക്ക് വേണ്ടി ആയാലും മറ്റുള്ളവർക്ക് വേണ്ടി ആയാലും അവനെ പ്രസാദിപ്പിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹമാണ് ഉദിക്കേണ്ടത്. സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ആയാസകരമായ ഒരു അധ്വാനമാണെന്ന് ഈ ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ ഫലമോ അളവില്ലാത്ത നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാണ്. നമുക്കിഷ്ടമുള്ളത് എപ്പോഴും ലഭിച്ചു എന്ന് വരില്ല. എന്നാൽ ഏറ്റവും നല്ലത് ഏതെന്ന് ദൈവം അറിയുന്നു. ദൈവം അതനുസരിച്ച് നമുക്ക് നൽകുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ കാര്യമായിട്ടുള്ളതല്ല. എന്താണോ നമ്മെക്കുറിച്ച് അനുദിന ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതേ വഴിയിലൂടെ പോകുവാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിർദ്ദേശം നൽകുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ഹിതത്തിനായി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കുവാൻ സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.